ഹായ് സ്റ്റുഡൻസ്, അപ്പം സെമിസ്റ്റർ എക്സാമൊക്കെ തുടങ്ങി. നമ്മുടെ ജൂൺ അറ്റംപ്റ്റിൻ്റെ എക്സാമൊക്കെ തുടങ്ങി. നല്ല രീതിയിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പേപ്പറിൻ്റെ എക്സാം ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമിന് മുമ്പ് ഒരു ഫൈനൽ ലാപ്പ് അവിടെ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സാമിന് പോകുന്നതിനപ്പുറം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ പറയാനും, പിന്നെ എക്സാമിനേഷൻ ഹോളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ മെയിൻലി സബ്ജക്റ്റ് വൈസ് ഒരു വെയിറ്റേജും പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു. സോ എക്സാമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. പൊതുവെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പറിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. എക്സാം എന്താണെങ്കിലും എളുപ്പമായിരിക്കും. ഇതുവരെ എളുപ്പമായിരുന്നു. നല്ലൊരു സ്കോറിംഗ് പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു മാർക്ക് കിട്ടട്ടെ. മാക്സിമം മാർക്ക് നിങ്ങളുടെ അഗ്രിഗേറ്റിലേക്ക് നല്ലൊരു മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പേപ്പർ ആവട്ടെ ഇത് ആശംസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, ടോട്ടൽ നമുക്കൊരു 9 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ പ്രീവിയസ് ഇയേഴ്സിലെ ഒരു വെയിറ്റേജ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകൾ നിങ്ങൾ സ്കിപ്പായി പോകരുത് എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ. December 23 അറ്റംപ്റ്റിൽ ഒരു 25 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. ആ 25 മാർക്സിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, MCQs ഒരു 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. പിന്നെ ലാസ്റ്റ് ഒരു 5 മാർക്സിൻ്റെ തിയറി ക്വസ്റ്റ്യൻ വന്നു. അങ്ങനെ ടോട്ടൽ 25 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ് ഫസ്റ്റ് December 23 അറ്റംപ്റ്റ്. അതായത് ജൂൺ 23 അറ്റംപ്റ്റ് തൊട്ടാണ് ഈ പുതിയ സിലബസ് 2022 സിലബസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ജൂൺ 23 നമ്മുടെ ഒരു നോർമൽ എക്സാം പാറ്റേണിലല്ലായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. അതുകൊണ്ടാണ് ഞാനത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന December ലാസ്റ്റ് 3 അറ്റംപ്റ്റിലെ ഒരു വെയിറ്റേജ് ഞാൻ ഡിസ്കസ് ചെയ്തു. ദെൻ ജൂൺ 24 ആയപ്പം MCQ നല്ല മാർക്കിന് ചോദിച്ചു. അറൗണ്ട് ഒരു 12 മാർക്സിൻ്റെ MCQs ക്വസ്റ്റ്യൻസ്, 40 മാർക്സിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചു. പിന്നെ ഓഫ് കോഴ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 പാർട്ട് ചോദിച്ചു. പിന്നെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടെ വന്നു. നെക്സ്റ്റ് എക്സാമിനും MCQs ചോദിച്ചു ഒരു 8 മാർക്സിന്. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് പ്ലസ് ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കൂടെ. അതായത് അറൗണ്ട് ഒരു MCQs ഒരു 5 to 10 മാർക്സിൻ്റെ MCQs, അല്ല 8 to 10 മാർക്സിൻ്റെ MCQs എന്താണെങ്കിലും ആവറേജ് വരാറുണ്ട്. പ്ലസ് 2 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് പ്ലസ് ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ പൊതുവെ ഒരു വെയിറ്റേജ്. ഇനി സെക്കൻഡ് ചാപ്റ്റർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ, പൊതുവെ വരുന്നത് 1-2 MCQസും ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും ആയിരിക്കും. ഒരു 2 MCQ പ്ലസ് ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ കുറേ MCQs ചോദിച്ചു. പിന്നെ ഒരു 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്ത തവണ MCQ ചോദിച്ചു പ്ലസ് 40 മാർക്സ്. അപ്പോൾ ഒരു 40 മാർക്സിൻ്റെ വലിയൊരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് അതിനകത്ത് നോൺ പ്രോഫിറ്റ് വരുന്നുണ്ട്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് വരുന്നുണ്ട്, സാധാരണ ഒരു പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അത് ഇൻകംപ്ലീറ്റ് ആണ് കൂടുതൽ ചോദിച്ചു കാണുന്നത് കേട്ടോ. പാർട്ട്ണർഷിപ്പ് എന്താണെങ്കിലും ഒരു 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും പ്ലസ് ഒരു 4 മാർക്സും എന്താണെങ്കിലും അവർ ചോദിക്കാറുണ്ട്. പ്ലസ് അതുകൂടാതെ MCQ. ഇപ്പോൾ ഒരു 40 മാർക്സിൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. പ്ലസ് ഒരു 4 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് പാർട്ടിൽ വരാറുണ്ട്, പ്ലസ് MCQs. ലീസ് ആദ്യത്തെ തവണ ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അടുത്ത തവണ ഒരു MCQ മാത്രം ചോദിച്ചു. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ തവണ എന്താണെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ലീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ച്, പൊതുവെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്ലസ് ഒരു MCQ ആണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഒരു വെയിറ്റേജ് 7 മാർക്സ് പ്ലസ് ഒരു MCQ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. ഇൻഷുറൻസ് ക്ലെയിം അതുപോലെ ഒരു 7 മാർക്സ്, ചിലപ്പോൾ ഒരു MCQ. അതാണ് ഇൻഷുറൻസിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഹയർ പർച്ചേസ് ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒരു MCQ ഉള്ളൂ, പിന്നത്തുള്ള 2 തവണ 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. അപ്പം 7 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്ത് വെക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ വെയിറ്റേജ് നോക്കുക. MCQs ചോദിച്ചു ഒരെണ്ണം, പിന്നെ 7 പ്ലസ് 5, 7 പ്ലസ് 7 പ്ലസ് 5 എന്താണെങ്കിലും MCQ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ 7 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസും പ്ലസ് ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും, അതായത് 19 മാർക്സ് കഴിഞ്ഞ 3 അറ്റംപ്റ്റിലും ഷുവറായിട്ട് ചോദിച്ചതാണ്, പ്ലസ് MCQs. അപ്പോൾ 90 മാർക്സ് കുറയാത്തൊരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയും ഫസ്റ്റ് ചാപ്റ്റർ. കാരണം കൂടുതൽ MCQs, ഇപ്പോൾ ഞാൻ ABC അനാലിസിസ് കൊടുക്കുകയാണെങ്കിൽ A കാറ്റഗറി വരേണ്ടതാണ് ഏതൊക്കെ? അക്കൗണ്ടിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും A കാറ്റഗറി വരേണ്ടതാണ്, പാർട്ട്ണർഷിപ്പ് A കാറ്റഗറി വരേണ്ടതാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. പൊതുവേ സ്റ്റുഡൻസ് ചെയ്യുന്നൊരു മണ്ടത്തരമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സ്കിപ്പ് ചെയ്യുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസും ആ നോട്ട്സും ഒന്ന് വായിച്ചിട്ട് പോവുക. കാരണം ലാസ്റ്റ് പാർട്ടിലാണ് 7th and 8th ക്വസ്റ്റ്യൻസ് ആണ് അത് വരുന്നത്. പക്ഷേ വരും. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് കൂടുതൽ MCQs ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇനി B പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഏരിയ, ദെൻ ബ്രാഞ്ച്, ഇൻഷുറൻസ് ക്ലെയിം, ഹയർ പർച്ചേസ്. C കാറ്റഗറിയാണ് ലീസിന് വരുന്നത്. BC അനാലിസിസ് ആണ്. അപ്പോൾ ഏകദേശം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കണ്ണും പൂട്ടി പറയാൻ വേണ്ടി പറ്റും ഏതാ? ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ
പറയാൻ വേണ്ടി പറ്റും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദെൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഞാൻ ഒന്നുകൂടെ പറയാം. പൊതുവെ നീ ഒരു കുറച്ചുകൂടെ ഇവാലുവേറ്റീവ് ആണെങ്കിൽ MCQs, പൊതുവെ കൂടുതൽ MCQs ചോദിച്ച് കാണുന്നത് ഒന്നെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ തേർഡ് ചാപ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൂടുതൽ ബാക്കി എല്ലാ ചാപ്റ്ററിൽ നിന്ന് 1-2 MCQs ഒക്കെ വെച്ചാണ് പൊതുവെ ഒരു ആവറേജ് ചോദിച്ച് കാണുന്നത്. അപ്പം ലാസ്റ്റ് മിനിറ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യാം. നമ്മളൊരു MCQൻ്റെ ഡിസ്കഷൻ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. 140 MCQs നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഈ MCQs പ്രീവിയസ് ഇയറിലെ MCQs മാക്സിമം ഒന്ന് കവർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം MCQ 30 മാർക്കിൽ 30 സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ നല്ലതായിരിക്കും. അപ്പോൾ MCQs നല്ലൊരു രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഫസ്റ്റ് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാ തവണയും സെക്ഷൻ ബിയിലെ ഫസ്റ്റ് കമ്പൽസറി ക്വസ്റ്റ്യൻ വരുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. കഴിഞ്ഞ 3 തവണയും. കാരണം ആദ്യത്തെ തവണ ചോദിച്ചത് BRSഉം 7 മാർക്സ്, പിന്നെ ഒരു അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്, കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ട് ട്രയൽ ബാലൻസ് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലമാണ് ആദ്യത്തെ തവണ ചോദിച്ചത്. ഇനി ജൂൺ 24 അറ്റംപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചത് മിഷണറി അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ. ഒരു മിഷണറി എക്സ്ചേഞ്ച് ചെയ്തു, അതിൻ്റെ ഒരു മിഷണറി അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനും റെക്ടിഫിക്കേഷനുമാണ് ചോദിച്ചത് 7 മാർക്സിന്. കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചത് BRSഉം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് ബൈഫർക്കേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ 2 അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും എന്ന് ഏകദേശം നമുക്കൊരു ട്രെൻഡ് പറയാൻ വേണ്ടി പറ്റും. 40 മാർക്സ് ക്വസ്റ്റ്യൻ നമ്പർ 2, 40 മാർക്സിന് ആ ക്വസ്റ്റ്യൻ അത് മുഴുവൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് കഴിഞ്ഞ 3 അറ്റംപ്റ്റിലും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അറ്റംപ്റ്റിലും പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതെന്താണെങ്കിലും ചാപ്റ്റർ 1-ൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു. BRS ചോദിക്കാം, റെക്ടിഫിക്കേഷൻ ചോദിക്കാം, മിഷണറി അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ചാപ്റ്റർ 1 എന്താണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ട 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 7 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2-ലേക്ക് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 2 അത് ജൂണിൽ ചോദിച്ചേക്കുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ലീസിൻ്റെ ഒരു ക്വസ്റ്റ്യനുമാണ്. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ലീസിൻ്റെ ഒരു ക്വസ്റ്റ്യനുമാണ് ഡിസംബർ അറ്റംപ്റ്റ് ചോദിച്ചത്. ഡിസംബർ 23 അറ്റംപ്റ്റ് ചോദിച്ചു. ക്ലിയർ? പക്ഷേ ജൂൺ 24 അറ്റംപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പം കൺസൈൻമെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം പ്ലസ് ഹയർ പർച്ചേസ് ആണ് ചോദിച്ചത്. കൺസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഹയർ പർച്ചേസ്. അത് ഡിസംബർ അറ്റംപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചോദിച്ചു, ഹയർ പർച്ചേസും ചോദിച്ചു. അപ്പം യൂഷ്വലി ചാപ്റ്റർ 2-ൽ നിന്നും ചിലപ്പം ഹയർ പർച്ചേസ് അല്ലെങ്കിൽ ലീസിൽ നിന്നുമാണ് തേർഡ് ക്വസ്റ്റ്യൻ വരാറ്. എന്നോട് പറയാം, തേർഡ് ക്വസ്റ്റ്യൻ പൊതുവേ വരാറ് ഒന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറിൽ നിന്നാവും, പ്ലസ് ഒന്നെങ്കിൽ ലീസ് അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ആണ് പൊതുവേ വരാറ്. ഒരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4 അത് എന്താണെങ്കിലും ചോദിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നായിരിക്കും. ആദ്യത്തെ അറ്റംപ്റ്റ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് എന്ത് ചെയ്യണം, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. ഡിസംബർ 23 അറ്റംപ്റ്റ് ചോദിച്ചത് പ്രോപ്പർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ചെയ്യുന്ന ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യാനാണ്. ജൂൺ 24 അറ്റംപ്റ്റിൽ ചോദിച്ചത് ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ചെയ്യുന്ന അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തെടുക്കാനാണ്. ക്ലിയർ? ദെൻ ഡിസംബർ 24 ചോദിച്ചത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. അപ്പം ഓർക്കേണ്ട കാര്യം, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഈ 3 തവണയും ചോദിച്ചത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. നോർത്തുണ്ട് ഈ തവണയും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ 3 തവണയും ക്വസ്റ്റ്യൻ നമ്പർ 40 മാർക്സ് ചോദിച്ചത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആയിരുന്നു. നോൺ പ്രോഫിറ്റും സാധാരണ ഒരു പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഫൈനൽ അക്കൗണ്ട്സും ചോദിച്ചിട്ടില്ല. മേ ബി ഈ അറ്റംപ്റ്റ് ചോദിക്കാം. ക്ലിയർ? അപ്പോൾ പാറ്റേൺ 3 അറ്റംപ്റ്റിൽ സെയിമാണ്. ഏതാ? ചാപ്റ്റർ 3 പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൽ ഇൻകംപ്ലീറ്റ് ആണ് ഈ കഴിഞ്ഞ 3 അറ്റംപ്റ്റിലും ചോദിച്ചത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 5 അതെന്താണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. 40 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ആദ്യത്തെ തവണ ചോദിച്ചത് സെയിൽ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ടു എ കമ്പനിയാണ് ചോദിച്ചത്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഒരു കമ്പനിക്ക് വിൽക്കുന്നു, അതിൻ്റെ അക്കൗണ്ടിങ് ആണ് ചോദിച്ചത്. ഇനി ജൂൺ അറ്റംപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴോ റിട്ടയർമെൻറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് നമുക്ക് ചോദിച്ചത്. റിട്ടയർമെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം. ഇനി ഡിസംബർ അറ്റംപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പം സെയിൽ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ടു എ കമ്പനി, വീണ്ടും നമ്മൾ പാർട്ട്ണർഷിപ്പിനെ ഒരു കമ്പനിക്ക് വിൽക്കുന്നതിൻ്റെ എൻട്രീസാണ് നമ്മൾ ചോദിച്ചത്. അപ്പം സെയിൽ ആണ് 2 തവണ ചോദിച്ചത്, ഒരു തവണ റിട്ടയർമെൻറ്റ് ചോദിച്ചു. അപ്പോൾ ഈ തവണ എനിക്ക് തോന്നുന്നു ഡിസൊല്യൂഷൻ ഒരു പ്രോബ്ലം
ചോദിക്കാനുള്ള ചാൻസസ് കൂടുതൽ ഞാൻ കാണുന്നുണ്ട്. ഡിസൊല്യൂഷൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസസ് കൂടുതൽ കാണുന്നുണ്ട് എന്നോർത്താൽ അത് മാത്രം പഠിക്കാനല്ല ഞാൻ പറഞ്ഞത്, പ്ലസ് വേണമെങ്കിൽ അഡ്മിഷൻ ചോദിക്കാം. ക്ലിയർ? ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഒരു 14 മാർക്സ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6, അതിൻ്റെ വെയിറ്റേജ് ഏകദേശം പറയാം. ഒന്നെങ്കിൽ ജൂൺ അറ്റംപ്റ്റ് ചോദിച്ചത് ബ്രാഞ്ചായിരുന്നു, ഡിസംബർ 23 അറ്റംപ്റ്റിൽ ബ്രാഞ്ചിൽ നിന്നാണ് 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നത്. പിന്നെയും ബ്രാഞ്ചാണ് ചോദിച്ചത്, ഡിസംബറിലും 6th ക്വസ്റ്റ്യൻ ബ്രാഞ്ചാണ്. അപ്പോൾ 3 അറ്റംപ്റ്റിലും ബ്രാഞ്ചിൽ നിന്നാണ് ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ബ്രാഞ്ച് ഏത്? 6th ക്വസ്റ്റ്യൻ 6A. പിന്നെ അടുത്തത് ഇൻഷുറൻസ് ക്ലെയിം. ഏത്? ലോസ് ഓഫ് സ്റ്റോക്ക്. ഇൻഷുറൻസ് ക്ലെയിം, ലോസ് ഓഫ് സ്റ്റോക്ക് വീണ്ടും 6B. ഇത് ലോസ് ഓഫ് സ്റ്റോക്ക്, ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയുടെ ഡിസംബറിൽ ലോസ് ഓഫ് സ്റ്റോക്ക്. അപ്പം ചുരുക്കി പറഞ്ഞാൽ 6th ക്വസ്റ്റ്യൻ എ പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ചിൽ, പൊതുവേ ബ്രാഞ്ചാണ് ചോദിക്കാറ്, ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കാൻ പാടില്ല എന്നല്ല, പൊതുവേ ബ്രാഞ്ചാണ് ഇതുവരെയുള്ള കഴിഞ്ഞ 3 അറ്റംപ്റ്റ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ബ്രാഞ്ച് ആവാം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആവാം. ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്നായിരിക്കും ഉറപ്പാക്കാം ഏകദേശം. ദെൻ ഇൻഷുറൻസ് ക്ലെയിമിൽ നിന്നായിരിക്കും. 2 തവണ ലോസ് ഓഫ് സ്റ്റോക്കും 1 തവണ ലോസ് ഓഫ് പ്രോഫിറ്റ് ചോദിച്ചത്. അതുകൊണ്ട് ഈ തവണ ലോസ് ഓഫ് പ്രോഫിറ്റോ ലോസ് ഓഫ് സ്റ്റോക്ക് ഏത് വേണമെങ്കിലും വരാം, രണ്ടും കവർ ചെയ്യുക. അല്ലാതെ ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ വന്നിട്ട് നിങ്ങൾ ലോസ് ഓഫ് പ്രോഫിറ്റ് പഠിച്ചു, ലോസ് ഓഫ് സ്റ്റോക്ക് സ്കിപ്പ് ചെയ്തോളൂ, അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. രണ്ടും നോക്കുക. ക്ലിയർ? രണ്ടും നോക്കുക. ദെൻ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ എന്താണെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസ് ചെയ്യുന്നതായിരിക്കും. ആ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 7th ക്വസ്റ്റ്യൻ എല്ലാ തവണയും ചോദിച്ചിരിക്കുന്നത്. 7th ക്വസ്റ്റ്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസ് ചെയ്യുന്നതാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു തവണ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു, കമ്പനിയുടെ അക്കൗണ്ട്സ് ബേസിക് തിയറി ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ വീണ്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. നെക്സ്റ്റ് ടൈമിൽ ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ഒരു 5 മാർക്ക് ചോദിച്ചു, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രൊവിഷൻ അക്കൗണ്ടൊക്കെ വരയ്ക്കാനുള്ള പ്രോബ്ലം ചോദിച്ചു, പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു 4 മാർക്ക് ചോദിച്ചു തിയറി. ദെൻ ലാസ്റ്റ് അറ്റംപ്റ്റിൽ വീണ്ടും ASൻ്റെ ഒരു പ്രോബ്ലം 5 മാർക്ക് തിയറി. ദെൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു 5 മാർക്ക്, ദെൻ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു 4 മാർക്ക്. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ വീണ്ടും ഒരു പാർട്ട്ണർഷിപ്പ് 4 മാർക്ക് ചോദിക്കാറുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ASൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതാണ് ഏകദേശം ഇതുവരെയുള്ള ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് പൊതുവെ കമ്പൽസറി MCQs കൂടുതലും ഫസ്റ്റ് ചാപ്റ്ററാണ്. കമ്പൽസറി ക്വസ്റ്റ്യൻ ഫസ്റ്റ്, അതായത് സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 പൊതുവെ ചോദിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. പ്ലസ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ 7th 8th പൊതുവെ വരാറ്, പ്ലസ് ഏതിൽ MCQ. പാർട്ട്ണർഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ സഹിതം എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 5 പാർട്ട്ണർഷിപ്പ് ആയിരിക്കും, പ്ലസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കും പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. 4th ക്വസ്റ്റ്യൻ എന്താണെങ്കിലും അതിൽ നിന്നായിരിക്കും. കഴിഞ്ഞ 3 തവണ അത് ഇൻകംപ്ലീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നോർത്ത് ഇൻകംപ്ലീറ്റ് മാത്രം പഠിച്ച് ബാക്കിയുള്ള ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത്. ഇതാണ് അതിൻ്റെ വെയിറ്റേജ്. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെങ്കിലും 3rd ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കൺസൈൻമെൻ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറിൽ നിന്നായിരിക്കും. ബാക്കി 3B ഒന്നെങ്കിൽ അത് ഏത് ഹയർ പർച്ചേസ് അല്ലെങ്കിൽ ലീസിൽ നിന്നാണ് പൊതുവെ ചോദിച്ച് കാണാറ്. സോ ഇങ്ങനെ പറഞ്ഞാൽ MCQs എല്ലാ ചാപ്റ്ററിൽ നിന്ന് മിക്സ് ആയിരിക്കും. പക്ഷേ MCQs കൂടുതൽ ചോദിക്കാറ് ഫസ്റ്റ് ചാപ്റ്റർ ആൻഡ് 3rd ചാപ്റ്റർ ആണ് കൂടുതൽ തവണ മീൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന MCQs. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിരിക്കും അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ലീസ് അല്ലെങ്കിൽ ഹയർ പർച്ചേസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് 4th ക്വസ്റ്റ്യൻ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നായിരിക്കും. 5th ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പിൽ നിന്നായിരിക്കും. 6th ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാർട്ട് ബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, സെക്കൻഡ് പാർട്ട് ഇൻഷുറൻസ് ക്ലെയിമും ആയിരിക്കും ചോദിക്കുന്നത്. 7th എന്താണെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബേസിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. 8th ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ക്ലിയർ? ദെൻ ഫണ്ടമെൻ്റൽസ് ഓഫ് സിന്ന് ഒരു ക്വസ്റ്റ്യനും പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും. ഈ രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ 3 അറ്റംപ്റ്റിലും അവർ ചോദിച്ചിരിക്കുന്നത്. ഓർത്തുകൊണ്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ MCQs മാക്സിമം 30 out of 30 സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഏറ്റവും പെട്ടെന്ന് തീരും എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതും ഏറ്റവും പെട്ടെന്ന് തീരും ഉറപ്പുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം എടുത്ത് അറ്റൻഡ് ചെയ്യുക. ക്ലിയർ? അല്ലാതെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം എടുത്ത് അറ്റൻഡ് ചെയ്തു അതുകൊണ്ട് ഫുൾ സമയം തീർത്തു, അങ്ങനെ പോകരുത്. പിന്നെ
ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ 30 മാർക്സ് MCQs തീർക്കുക. 30 മിനിറ്റ്സ്. പിന്നെയുള്ള 2.5 അവർ കൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഒരു 2 അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു 60 മാർക്സ് 70 മാർക്സിനുള്ളത് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ? അപ്പോൾ MCQs തന്നെ ആദ്യം അറ്റൻഡ് ചെയ്യുക. കുറേ ആൾക്കാർ ചോദിക്കും ആദ്യം ഇത് അറ്റൻഡ് ചെയ്യണം. ഫസ്റ്റ് MCQ തന്നെ അറ്റൻഡ് ചെയ്യുക. ദെൻ MCQs ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ഏകദേശം തീർക്കുക. ദെൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരിക. അതിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഏറ്റവും പെട്ടെന്ന് തീരുമെന്ന് ഉറപ്പുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം എടുത്ത് അറ്റൻഡ് ചെയ്യുക. പിന്നെ അക്കൗണ്ട്സിന് പോകുമ്പോൾ ഇച്ചിരി നേരത്തെ പോവുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് പോകുമ്പോൾ കാൽക്കുലേറ്റർ എടുക്കാൻ മറക്കാതിരിക്കുക. 2 കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ 2 എടുത്ത് വെച്ചു. ഒരെണ്ണം എപ്പോഴും ബാഗിലിരുന്നോട്ടെ, കേസ് വല്ലതും മറന്നു പോയാൽ. ദെൻ ഹോൾ ടിക്കറ്റ് 2 ഉണ്ടെങ്കിൽ അത് 2 പ്രിൻറ്റ് ചെയ്ത് വെക്കുക. ഇച്ചിരി നേരത്തെ എക്സാമിനേഷൻ ഹോളിൽ ചെല്ലാൻ വേണ്ടി നോക്കുക. കൂളായിട്ടിരിക്കുക. ഇനി ഒരെണ്ണം അറിയത്തില്ല എന്നോർത്തോളം നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഒരു MCQs അറിയത്തില്ല, 2 MCQ അറിയത്തില്ല, 100 നമുക്ക് വേണ്ടല്ലോ. കൂളായിട്ടിരിക്കുക. ഇനി മെയിൻ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ, സെക്ഷൻ ബിയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അത് കുറച്ചുകൂടെ സന്തോഷിക്കുക. കാരണം 2 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ ഉണ്ട്. 8 എണ്ണത്തിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വരുന്നുണ്ട്? 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിന്ന് എത്ര എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി? ഫസ്റ്റ് MCQs 30 മാർക്ക് വന്നു. പിന്നെ നെക്സ്റ്റ് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്ന് 5 എണ്ണം പിക്ക് ചെയ്താൽ മതി. അത് 2 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം അറിയത്തില്ലെന്ന് ഓർത്തോളം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഒരു ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് സാറേ, ഇത് ഞാനൊരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്തേക്കുക, ചിലർ അക്കൗണ്ടിങ് സ്റ്റാൻഡ് സ്കിപ്പ് ചെയ്തേക്കുക, ഇതുവരെ നോക്കിയിട്ടില്ല എങ്കിൽ തലേദിവസം നിങ്ങൾ ഇനി അത് നോക്കാൻ വേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല. പഠിച്ചത് നോക്കുക. ക്ലിയർ? പക്ഷേ സ്കിപ്പിങ് റിസ്ക് ആണ്. കാരണം ഇതിലേതെങ്കിലും ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡ് സ്കിപ്പ് ചെയ്താലോ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റിനും ഒരു പാർട്ട്, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫുള്ള് സ്കിപ്പ് ചെയ്യേണ്ടി വരും, ലാസ്റ്റ് ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും. ക്ലിയർ? നിങ്ങൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് സ്കിപ്പ് ചെയ്തു. പാർട്ട്ണർഷിപ്പ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് ഒഴിവാക്കേണ്ടി വരും, പ്ലസ് ഒരു പാർട്ടിലൊരു ക്വസ്റ്റ്യനോട് വരും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. അപ്പം പഠിച്ചത് ഇനി ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം? പുതിയ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണോ? വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കണോ? ഞാൻ പറയും വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്, സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ്, നമ്മൾ ചെയ്യിച്ച ക്വസ്റ്റ്യൻസ് അതും മാത്രമെങ്കിലും നിങ്ങൾ കവർ ചെയ്തിട്ട് പോവുക. MCQs കുറച്ച് നോക്കിയിട്ട് പോവുക. ക്ലിയർ? ഡിറ്റോ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. MCQ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ക്ലിയർ? MCQs പ്രീവിയസ് ഇയറിൽ നിന്നും ആ MCQ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുക. 30 24 ഒരു 30 കിട്ടുമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. അപ്പോൾ MCQs മാക്സിമം ലാസ്റ്റ് മൂമെൻറ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. പ്ലസ് ചാപ്റ്റേഴ്സ് വെയിറ്റേജ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഏകദേശം എക്സാമിന് വരുന്ന ഒരു പാറ്റേൺ, ഒരു വെയിറ്റേജിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താണ് പൊതുവെ എക്സാമിന് ചോദിക്കാറ്. ഓർത്തുകൊണ്ട് ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചേഞ്ചസ് വരാം. പക്ഷേ ഏകദേശം ഒരു വെയിറ്റേജ് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ക്ലിയർ? ഇപ്പോൾ ലീസ് 2 തവണ ചോദിക്കാത്തതുകൊണ്ട് ലീസ് എക്സ്പെക്ട് ചെയ്തു. അക്കൗണ്ടിങ് ഫണ്ടമെൻ്റൽസിൽ ഒന്നെങ്കിൽ BRC ചോദിക്കാം, അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഒരു മിഷണറി അക്കൗണ്ട് വരയ്ക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ടൊക്കെ വരയ്ക്കാൻ ചോദിക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൺസൈൻമെൻറ്റിൽ ജോയിൻ വെഞ്ചറിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സർവീസ് കഴിഞ്ഞ 3 തവണ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഇത്തവണ നോൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാം. പാർട്ട്ണർഷിപ്പ് 2 തവണ സെയിലാണ് ചോദിച്ചതുകൊണ്ട് ഈ തവണ സെയിൽ ചോദിക്കാൻ ചാൻസസ് കുറവാണ്. ബാക്കി ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ ഓർ ഡെത്ത്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ലീസ് കഴിഞ്ഞ 2 തവണ ചോദിക്കാത്തതുകൊണ്ട് ഈ തവണ എന്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ലീസിൽ. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ബ്രാഞ്ച് കഴിഞ്ഞ 3 തവണ ഡിപ്പാർട്ട്മെൻറ്റാണ് ചോദിച്ചത്. ഇത്തവണ മേ ബി ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്ന് ഒരു 7 മാർക്സിന് ക്വസ്റ്റ്യൻ വരാം. ഇൻഷുറൻസ് ക്ലെയിം 2 തവണ ലോസ് ഓഫ് സ്റ്റോക്കും 1 തവണ ലോസ് ഓഫ് പ്രോഫിറ്റ് വന്നത്. അപ്പോൾ ഈ തവണ ലോസ് ഓഫ് സ്റ്റോക്ക് വരാം, ചിലപ്പോൾ ലോസ് ഓഫ് പ്രോഫിറ്റ് വരാം. കൂടുതൽ തവണ ലോസ് ഓഫ് സ്റ്റോക്കാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞ തവണ ലോസ് ഓഫ് സ്റ്റോക്ക്, അപ്പോൾ ഈ തവണ ലോസ് ഓഫ് പ്രോഫിറ്റ് എന്ന് മാത്രം എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ഹയർ പർച്ചേസ് നോർമൽ ഒരു 7 മാർക്സിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റിന് നല്ലൊരു വെയിറ്റേജിലേക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു റീസെൻ്റ് ട്രെൻഡ്. ക്ലിയർ? അപ്പം പഠിച്ചതൊക്കെ സ്ട്രോങ് ആക്കുക തലേദിവസം. ഇനി പുതിയൊരു ടോപ്പിക്ക് ഇനി ഫുൾ സ്കിപ്പാണെങ്കിൽ അത് നോക്കാൻ വേണ്ടി നിങ്ങൾ പോകണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സാമിൻ്റെ തലേദിവസം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. എക്സാം എന്തെങ്കിലും എളുപ്പമായിരിക്കും. ഇനി എത്ര ടഫാണെങ്കിലും ഒരു 60 മാർക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ക്ലിയർ? വേറെ മിനിമം ഒരു 60 എങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക. മാക്സിമം മാർക്കിലേക്കും എത്താൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എക്സാം അടിച്ച് പൊളിച്ച് എഴുതുക. മാക്സിമം മാർക്കുമായിട്ട് നിങ്ങൾ വരും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ക്ലിയർ? പൊതുവെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്
ഒത്തിരി കുഴപ്പിക്കാറില്ല. ചിലപ്പോൾ എന്നോർത്തുകൊണ്ട് ഈസി ആയിട്ട് 90 അബോവ് സ്കോർ ചെയ്യാവുന്ന രീതിയിലേക്ക് അത്രയും ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. MCQസിൽ നിന്നും മാക്സിമം മാർക്ക് മിസ്സാക്കാതെ നോക്കുക. ബാക്കിയുള്ളത് ഒരു ക്വസ്റ്റ്യൻ തെറ്റി, ഇനി എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ കുറേ ചെയ്ത് വന്നപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് തെറ്റി, എന്ത് ചെയ്യണം? അത് വെട്ടിക്കളയാതെ അതവിടെ കിടക്കട്ടെ, കുറച്ച് സ്പേസ് ഇട്ടിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക. ചിലപ്പം എക്സാമിനിടയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. വെട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം അതിനകത്ത് കിട്ടേണ്ട കുറച്ച് സ്റ്റെപ്പ് മാർക്കോട് കൂട്ടിയാണ് നിങ്ങൾ വെട്ടിക്കളയുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയരുത്. തെറ്റിയിട്ടുണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ, സ്പേസ് ഇടുക, ചെയ്തു പോരുക. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഫൈനൽ ആൻസർ വരെ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ ഫുൾ ശരിയാക്കാൻ നോക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഡൗട്ട് എന്നോർത്തുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിച്ച് പോകരുത്. പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ ഹോളിൽ. ക്ലിയർ? ഇനി ഒരു ക്വസ്റ്റ്യൻ അറിയത്തില്ല, ബ്ലാങ്ക് ആയിപ്പോയി, കുറച്ച് നേരം ഒരു റെസ്റ്റ് എടുക്കുക, വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, മാക്സിമം അറ്റൻഡ് ചെയ്യുക, മാക്സിമം മാർക്കോടെ നിങ്ങൾ വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ.